യു എയിൽ ഇ-കൊമേഴ്സ് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡൻസ് ആണ് ഈ വീഡിയോയിൽ നൽകാൻ ആഗ്രഹിക്കുന്നത്. യു എയിൽ ബിസിനസ് തുടങ്ങണം, ഒരു ഇ-കൊമേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ എങ്ങനെയാണ് അറിയില്ല, എന്തൊക്കെയാണ് അതിന്റെ മാനദണ്ഡങ്ങളൊന്നും അറിയില്ല. ബിസിനസ് രജിസ്ട്രേഷൻ മുതൽ ഫസ്റ്റ് ഓൺലൈൻ ഓർഡേഴ്സ് വരുന്നവരെയുള്ള കംപ്ലീറ്റ് റോഡ് മാപ്പ് ആണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു ഇ-കൊമേഴ്സ് ബിസിനസ് യു എയിൽ രജിസ്റ്റർ ചെയ്യുക എന്നും, എങ്ങനെയാണ് പ്രൊഡക്റ്റ് ഫൈൻഡ് ചെയ്യുക എന്നും, അതുപോലെ എങ്ങനെയാണ് ഓർഡേഴ്സ് വരുത്തിക്കുക എന്നുള്ള കാര്യങ്ങളാണ്. ഇതിനൊരു 8 മൊഡ്യൂൾ ആയിട്ടാണ് മാറ്റിയിട്ടുള്ളത്. ഒന്നാമത് ചൂസ് യുവർ ബിസിനസ് മോഡൽ, 2 രജിസ്റ്റർ യുവർ ബിസിനസ്, ചൂസ് യുവർ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആണ് മൂന്നാമത്തത്, 4 ഫൈൻഡ് വിന്നിംഗ് പ്രൊഡക്റ്റ്, 5 സ്റ്റെപ്പ് യുവർ സ്റ്റോർ ആൻഡ് പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ്, 6 വരുന്നത് മാർക്കറ്റ് യുവർ സ്റ്റോർ, 7 മാനേജ് ഓർഡേഴ്സ് ആൻഡ് ഡെലിവറി, 8 ട്രാക്ക് ആൻഡ് സ്കെയിൽ യുവർ ബിസിനസ്. ഇതിൽ അവസാനം വരുന്നത് ഒരു ബോണസ് ടിപ്പാണ്, അല്ലെങ്കിൽ മോസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ചില കാറ്റഗറി ആയിട്ടാണ് ഇതിന് അവസാനമായിട്ട് വരുന്നത്. എൻ്റെ പേര് മുഹമ്മദ് ഷഫീഖ്, ഇ-കൊമേഴ്സ് കൺസൾട്ടന്റ് ആണ്. പുതിയതായിട്ട് ഇ-കൊമേഴ്സ് ബിസിനസ് യു എയിലോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതാണ് ഞാൻ ചെയ്യുന്നത്. സ്റ്റെപ്പ് 1, ചൂസ് യുവർ ഇ-കൊമേഴ്സ് മോഡൽ. പോപ്പുലർ ആയിട്ടുള്ള ഇ-കൊമേഴ്സ് മോഡലുകൾ പരിചയപ്പെടുത്തുകയാണ്. ഒന്നാമതായി ഷോപ്പിഫൈ പോലുള്ള ഓൺ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആണ്. രണ്ടാമത് മാർക്കറ്റ് പ്ലേസുകൾ, അതായത് ആമസോൺ, നൂണ്, ഡെലിവറോ, ടെലബത്ത് പോലെയുള്ള ഒരുപാട് മാർക്കറ്റ് പ്ലേസുകളുണ്ട്. മൂന്നാമത്തെ വരുന്നത് ഡ്രോപ്പ് ഷിപ്പിംഗ് ആണ്. ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റോക്ക് വെക്കാതെ തന്നെ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആണ് ഡ്രോപ്പ് ഷിപ്പിംഗ്. നാലാമത്തെ വരുന്നത് സർവീസ് ബേസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നതാണ്. ഇത് നിങ്ങൾക്കുള്ള ഓഫർ കോച്ചിങ് ആവാം, അതുപോലെ PDF ഫയൽ ആവാം, ഓഡിയോ ക്ലിപ്പുകളാവാം. അത് സ്വന്തമായിട്ടുള്ള വെബ്സൈറ്റ് വഴിയോ, അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് ഇതുപോലെ മാർക്കറ്റ് പ്ലേസ് വഴിയോ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി വഴിയോ എല്ലാം എന്ത് ചെയ്യാം, ഇത് സെല്ല് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സ്റ്റെപ്പ് 2, രജിസ്റ്റർ യുവർ ബിസിനസ്. ലീഗൽ ആയിട്ടുള്ള റിക്വയർമെന്റ്സ് എന്തെല്ലാമാണ് ഒരു ഇ-കൊമേഴ്സ് ബിസിനസ് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യമുള്ളത് നോക്കാം. അത് മെയിൻലാൻഡിലാണോ അല്ലെങ്കിൽ ഫ്രീ സോണിലാണോ എന്നുള്ളത് അതൊന്ന് ഫിക്സ് ചെയ്യണം. ഫ്രീ സോണിലാണെന്നുണ്ടെങ്കിൽ അജ്മാൻ ഫ്രീ സോണ്, ഷംസ്, അതുപോലെ റാസൽ ഖൈമ ഒക്കെ പോലെയുള്ള ഫ്രീ സോണുകൾ ഒരുപാടുണ്ട്. അപ്പൊ അതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ഇതിന് വേണ്ടത് എമിറേറ്റ്സ് ID, അതുപോലെ പാസ്പോർട്ട്, ബിസിനസ് ആക്ടിവിറ്റീസ്, ഇതെല്ലാം ഇതിന്റെ ഡോക്യുമെന്റ്സ് റിക്വയർ ചോദിക്കുന്നത്. ഇതിന്റെ കോസ്റ്റ് ഓഫ് ചാർജ് വരുന്നത് മെയിൻലാൻഡിലാണെങ്കിലും ഫ്രീ സോണിലാണെങ്കിലും എൻ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പം എൻ്റെ ഒരു പ്രോ ടിപ്സ് അല്ലെങ്കിൽ സജഷൻ എന്ന് പറഞ്ഞത്, രണ്ടർത്ഥത്തിൽ നിങ്ങൾ ബിസിനസ് ചെയ്യാൻ പറ്റും. ഒന്ന്, നിങ്ങളുടെ എമിറേറ്റ്സ് ID വെച്ചിട്ട് ആമസോണിൽ ഒരു റിക്വയർമെന്റും ഇല്ലാതെ, ഒരു ബിസിനസ് രജിസ്ട്രേഷനും ഇല്ലാതെ ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും ആമസോണിൽ. ബാക്കി പ്ലാറ്റ്ഫോമിൽ അത് കഴിയില്ല, അതിന് ഒരു ട്രേഡിംഗ് ലൈസൻസ് ആവശ്യമുണ്ട്. അതല്ല, നല്ലൊരു അടിപൊളിയായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയാണെന്നുണ്ടെങ്കിൽ ഫ്രീ സോൺ ലൈസൻസ് ആയിരിക്കും ഏറ്റവും നല്ലത്. അത് 4 or 5 ആക്ടിവിറ്റി ആഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ എത്ര ആക്ടിവിറ്റീസ് ആണ് അവൈലബിൾ ഉള്ളത് അതെല്ലാം ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒരു നല്ലൊരു അടിപൊളിയായിട്ട് തന്നെ ബിസിനസ് ചെയ്യാം. ഇതിന് പുതിയതായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും എക്സിസ്റ്റിംഗ് ബിസിനസ് ഇ-കൊമേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഉള്ള ചെറിയൊരു ഗൈഡൻസ് ആണ്. ഇതിന് പുതിയതായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് നേരത്തെ പറഞ്ഞ പോലെ 2 രൂപത്തിൽ ചെയ്യാം. ഒന്ന്, ലൈസൻസ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ എമിറേറ്റ്സ് ID വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ലൈസൻസ് ആണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ റിക്വയർമെന്റ് എല്ലാം ആവശ്യമുണ്ട്. അതെല്ലാം എമിറേറ്റ്സ് ID വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ആമസോണിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പം ഒരു എമിറേറ്റ്സ് ID, ഒരു ബാങ്ക് അക്കൗണ്ട്, പിന്നെ പ്രൊഡക്റ്റ് ഫൈൻഡ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാം. പിന്നെ അത് സ്വന്തമായിട്ട് സ്റ്റോർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് ഡെലിവറി ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ആമസോണിന്റെ FBAക്ക് ഓട്ടോമാറ്റിക് ഡെലിവറിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, ആമസോണിന്റെ FBAയിലോട്ട്. പിന്നെ എക്സിസ്റ്റിംഗ് ബിസിനസ് ഉള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത്. ഒന്നാമത്തെ, അവർക്ക് സ്റ്റോർ ഉണ്ട്, അവർക്ക് സ്റ്റാഫ് ഉണ്ട്, അവർക്ക് സ്റ്റോക്ക് ഉണ്ട്, അവർക്ക് ലൈസൻസ് ഉണ്ട്, ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, പ്രിന്റർ, സ്കാനറും അതെല്ലാം ഉണ്ട്.
ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി. തേർഡ് വൺ വരുന്നത് ചൂസ് യുവർ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോം. ഏത് ഇ കോമേഴ്സിലാണ് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആദ്യം ഒന്ന് സെറ്റ് ചെയ്യണം. ഒന്നാമത്തത് നേരത്തെ പറഞ്ഞ പോലെ ഷോപ്പിഫൈ ആണ്. ഷോപ്പിഫൈ, അതേപോലെ വേർഡ് പ്രസ്, വിക്സ്, ഇ കോമേഴ്സ്, ലറാവൽ പോലെയുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമിലുണ്ട്. കസ്റ്റമൈസ്ഡ് ആയിട്ട് ബിൽഡ് ചെയ്യാനും ടെംപ്ലേറ്റ് വൈസ് സെറ്റ് ചെയ്യാനുള്ള എല്ലാ സംവിധാനം അതിനകത്തുണ്ട്. പക്ഷെ ഇതിന് നിങ്ങൾക്ക് ട്രേഡിംഗ് ലൈസൻസ് നിർബന്ധമാണ്. അതുപോലെ ഒരു ബാങ്ക് അക്കൗണ്ടും നിർബന്ധമാണ്. അതുപോലെ ബിസിനസ് അഡ്രസ്സും നിർബന്ധമാണ്. രണ്ടാമത് ആമസോൺ, നൂണ് പോലെയുള്ള മാർക്കറ്റ് പ്ലേസുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇതില് നിങ്ങൾ പുതിയതായിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ, അതായത് പുതിയൊരു പ്രൊഡക്റ്റ് ആണ്, പുതിയൊരു സംവിധാനത്തിലാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും നല്ലത് ആമസോൺ, നൂണ് പോലെയുള്ള മാർക്കറ്റ് പ്ലേസിൽ ലിസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം സ്വന്തമായിട്ടൊരു ഇ കോമേഴ്സ് ബിസിനസ്സിലോട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ഇ കോമേഴ്സ് വെബ്സൈറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഏതൊരു ഇ കോമേഴ്സ് വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിലും അതിന്റെ ഒരു സെയിൽ വരാൻ ഒത്തിരി സമയം എടുക്കുന്നുണ്ടാവും. കാരണം അല്ലെങ്കിൽ നല്ല അഡ്വർടൈസ്മെന്റ് ചെയ്യാനും അതിനൊക്കെ ഒരു നല്ലൊരു ഫണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഷോപ്പിഫൈ പോലെയുള്ള വെബ്സൈറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് സെയിം പ്രൊഡക്റ്റ് തന്നെ ഇതുപോലെ മാർക്കറ്റ് പ്ലേസിൽ ആമസോൺ, നൂന് പോലെയുള്ള എല്ലാ മാർക്കറ്റ് പ്ലേസിലും ലിസ്റ്റിങ്ങും അതിന്റെ എല്ലാം അടിപൊളിയായിട്ട് ചെയ്യാം. ലിസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ വെറുതെ ലിസ്റ്റ് ചെയ്യുന്നതല്ല, അതിന്റെ ഒരു അടുത്ത സെക്ഷനിൽ എങ്ങനെയാണ് ലിസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷെ ഒരു സ്റ്റാർട്ടർ എന്ന നിലക്ക് ഏറ്റവും നല്ലത് മാർക്കറ്റ് പ്ലേസുകൾ ഉപയോഗിക്കുന്നതാണ്. നാലാമതായി വരുന്നത് ഫൈൻഡ് വിന്നിംഗ് പ്രൊഡക്ട്സ്. ഇത് പലർക്കും ഉള്ളൊരു ഒരു ടാസ്ക് ആണ്. എങ്ങനെ ഏത് പ്രൊഡക്റ്റ് ആണ് സെല് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് വിന്നിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യാമെന്നും അതുപോലെ ഏത് പ്രൈസിനാണ് അത് സെല് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു കൺഫ്യൂഷൻ പലർക്കും വരാറുണ്ട്. ഇത് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ ഇൻഡിവിജ്വൽ ആയിട്ട് പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ബെസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്റ്റുകളും അതേപോലെ നോണിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസുകളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് വിൽക്കുന്നതായിരിക്കണം നല്ലത്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് വെച്ചാല് നിലവില് ഒരുപാട് ഷോപ്പ് ഓണേഴ്സ് ഉണ്ട്. അവർക്ക് അവരുടെ സ്വന്തമായിട്ട് ബ്രാൻഡുകൾ ഉണ്ട്, അവർക്ക് അവരുടെ സ്വന്തമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ട്. അപ്പം അതും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിൽ കാറ്റഗറി വെച്ച് ചെയ്യാൻ പറ്റും. ഇപ്പം അതായത് ലഗേജ് സെല്ല് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ലഗേജിൽ തന്നെ ഒരുപാട് കാറ്റഗറി വരുന്ന പ്രൊഡക്റ്റുകൾ ഉണ്ട്, ബെസ്റ്റ് സെല്ലിങ്ങിലായിട്ടുണ്ട്. അപ്പൊ അത് എന്ത് ചെയ്യാം, ഫസ്റ്റ് കാറ്റഗറിയിൽ അത് ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാം, ലിസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം, അഡ്വർടൈസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ബാക്കി വരുന്ന എല്ലാ കാറ്റഗറിയും അതിനണ്ടറിലേക്ക് ലിസ്റ്റിംഗ് തുടങ്ങാം. ഇതില് ആമസോൺ ബെസ്റ്റ് സെല്ലർ എന്നുള്ളൊരു ഓപ്ഷൻസ് ഉണ്ട്. അതിലാണ് ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഓരോ കാറ്റഗറിയിലും അണ്ടറിൽ വരുന്ന ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ കാണാൻ പറ്റും. നൂണിലാണെങ്കിൽ നൂണ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നൂണിലാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതിന് എന്ന് വെച്ചാല് ഒരുപാട് സ്പൈ ടൂളുകൾ ഉണ്ട് കേട്ടോ. ഹീലിയം 10, അതുപോലെ ജഗിൾ സ്പോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ വിന്നിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഫൈൻഡ് ചെയ്യാനും അത് മാത്രം സെൽ ചെയ്യാനും പറ്റാവുന്ന രൂപത്തിലുള്ള ഒരുപാട് സ്പൈ ടൂളുകൾ ഉണ്ട്. ഓക്കെ. പിന്നെ നോർമൽ ജനറൽ ആയിട്ട് ഒരു എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് ഹോം ഡെക്കർ, അതേപോലെ ബ്യൂട്ടി, കിച്ചൺ ഐറ്റംസ്, അതുപോലെ ഫിറ്റ്നസ് ഐറ്റംസ്. ഇതൊക്കെ എപ്പോഴും ട്രെൻഡിങ് ആയി കിടക്കുന്ന ഐറ്റംസുകളാണ്. അപ്പം പ്രൊഡക്റ്റ് നല്ല പ്രൊഡക്റ്റുകൾ നോക്കാം. നിലവിൽ നിങ്ങളുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് ബെസ്റ്റ് സെല്ലിംഗ് ഐറ്റംസുകൾ മാത്രം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിട്ട് ലിസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ആമസോണിന്റെ ബെസ്റ്റ് സെല്ലേഴ്സിന്റെ പ്രൊഡക്റ്റ് ലിസ്റ്റും കാര്യങ്ങളും കാറ്റഗറി ബേസിലൊക്കെ നോക്കാൻ പറ്റും. എന്നിട്ട് അതേ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാനും പറ്റും. അപ്പൊ എങ്ങനെയാണ് ആമസോണിലെ ബെസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്യാം എന്നുള്ള ഒരു സ്ക്രീൻഷോട്ട് ആണിത്. ഇതില് മുകളിൽ കാണാം ബെസ്റ്റ് സെല്ലർ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കാറ്റഗറിയിലും അണ്ടറുള്ള ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ കാണാൻ കഴിയും. അപ്പം ഇതില് ശ്രദ്ധിക്കണം, ഇതിലും തന്നെ അത്യാവശ്യം കോമ്പറ്റീറ്റർ ഉണ്ടാവും. അപ്പം അതെങ്ങനെ മറികടക്കുക എന്നുള്ള അടുത്തൊരു ഇതിൽ ഞാൻ പറയാം. അപ്പൊ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. നിലവിൽ സ്റ്റോക്ക് അല്ലെങ്കിൽ സ്റ്റോറുള്ള ആളുകളാണെങ്കിലും അതുപോലെ പുതിയതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ബെസ്റ്റ് സെല്ലിംഗ് ഐറ്റംസ് ഫിൽറ്റർ ചെയ്യാം. അത് മാർക്കറ്റിൽ നിന്ന് ബൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് നോക്കുകയും ചെയ്യാം. പിന്നെ വരുന്നത്
അഞ്ചാമതായി വരുന്നത് സെറ്റപ്പ് യുവർ സ്റ്റോർ ആൻഡ് പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കേട്ടോ. നിങ്ങൾ സ്വന്തമായിട്ടുള്ള വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മാർക്കറ്റ് പ്ലേസ് പോലെയുള്ള വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഇമേജുകൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. ഇൻഫോർമേഷൻ ആയിട്ടുള്ള ഇമേജുകളാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അതുപോലെ ഓരോ പ്രൊഡക്റ്റിന്റെയും SEO ഫ്രണ്ട്ലി ആയിരിക്കണം. അതിന്റെ പ്രൊഡക്റ്റ് ടൈറ്റിലും ബുള്ളറ്റ് പോയിന്റും ഡിസ്ക്രിപ്ഷൻ, അതിന്റെ മെറ്റ ടാഗും ഡിസ്ക്രിപ്ഷനും എല്ലാം എന്ത് ചെയ്യണം, നല്ല SEO ഫ്രണ്ട്ലി ആയിരിക്കണം. എന്നാലുള്ള ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ആമസോൺ നോൺ പോലുള്ള മാർക്കറ്റ് പ്ലേസിൽ മുകളിൽ സെർച്ച് ചെയ്യുമ്പോഴും അതൊരു ഫസ്റ്റ് പ്രയോറിറ്റിയിലും അല്ലെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് പേജിൽ അത് ഡിസ്പ്ലേ ചെയ്യാനും സഹായകരമാവുന്നത്. പിന്നെ വരുന്നത് സ്വന്തമായിട്ടുള്ള വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അതിനൊരു പേയ്മെന്റ് ഗേറ്റ്വേയും അതിന്റെ ഒരു ട്രാക്കിംഗ് സിസ്റ്റവും എല്ലാം അതിനകത്ത് ആഡ് ചെയ്യേണ്ടി വരും. അപ്പം ഇമേജ് സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇമേജിന്റെ ഫോട്ടോ എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഡിസൈനിങ്ങിന്റെ സമയത്തെല്ലാം ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഇമേജസ് ആണ് വേണ്ടത്. ഒന്ന്. രണ്ടാമത്തത് ഫ്രണ്ട് ഇമേജ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. ആമസോണിൽ മാത്രം കേട്ടോ, അത് ഡിഫറെന്റ് ആയിട്ടുള്ള കാറ്റഗറി അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ബാക്കി സ്വന്തമായിട്ടുള്ള വെബ്സൈറ്റോ അല്ലെങ്കിൽ നോണിലോ ബാക്കിയുള്ള മാർക്കറ്റ് പ്ലേസിലോ ഒന്നും അത് പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ ഇമേജിന്റെ ഡിസൈനിങ് സമയത്ത് അതിന്റെ കംപ്ലീറ്റ് ഇൻഫോർമേഷൻസും ഇമേജ് ഡിസ്ക്രിപ്ഷനിലെ പോലെ കൊടുക്കണം. കാരണം ഇതിൽ രണ്ടാമത്തെ ഇമേജ് കണ്ടല്ലോ, ഇതിൽ വരുന്നത് ഇപ്പൊ ഒരു ബാറ്ററി 10 ഹവേഴ്സ് സ്റ്റാൻഡ് ബൈ ഉണ്ട്, 30 ഹവേഴ്സ് വിത്ത് ചാർജിങ് കേസിൽ 13 ഹവേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ AI എൻഹാൻസ്ഡ് കോളിംഗ് സിസ്റ്റം ഉണ്ട്, സ്ട്രോങ് ബാസ് ആണ്. അതുപോലെ പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ് വിത്ത് ആപ്പ് എല്ലാം ഇതിനകത്ത് സ്പെഷ്യലായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെ ഒരു 6 ഇമേജ് അല്ല, ഏകദേശം 9 ഇമേജ് വരെ കൊടുക്കാൻ കഴിയും. അപ്പൊ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഏതാണെന്നുണ്ടെങ്കിലും അതിന്റെ ഇമേജ് രൂപത്തിലുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനും ഇമേജ് സ്റ്റൈലിൽ കൊടുക്കണം. കാരണം അതിന്റെ സൈസ് ആണെങ്കിൽ സൈസ്, കളറിന്റെ സൈസ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അതിന്റെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഇമേജ് എന്താണ് അങ്ങനെ, അല്ലെങ്കിൽ അതിന്റെ യൂസർ എന്താണ്. ഇപ്പം കിച്ചൺ ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ അത് കിച്ചന്റെ സൈഡിൽ വെച്ച് കാണുന്ന ഫോട്ടോ, ഇങ്ങനെയൊക്കെ വെച്ചാൽ കസ്റ്റമർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കസ്റ്റമർക്ക് മനസ്സിലാവണം, ഓക്കെ ഇത് ഇതിനൊക്കെയാണ് ഉപയോഗിക്കുക എന്നുള്ളത്. ആ ഒരു ലാൻഡിംഗ് പേജിൽ കുറച്ച് അധികം സമയം നിൽക്കുകയും അതുപോലെ തന്നെ നല്ല ട്രാഫിക് ഇൻക്രീസ് ചെയ്യാനും ഓർഡർ ജനറേറ്റ് ചെയ്യാനും അതുവഴി സാധിക്കും. അപ്പൊ ഇമേജിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യരുത്. അത് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഇമേജസും ഹൈ ഗ്രാഫിക്സ് ലെവലിലുള്ള ഇമേജസും കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ വരുന്നത് മെറ്റ ടൈറ്റിൽ, മെറ്റ ഡിസ്ക്രിപ്ഷൻ ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം കസ്റ്റമർ സെർച്ച് ചെയ്യുന്നത് iPhone 16 Pro ക്യാമറ ഗ്ലാസ് എന്നായിരിക്കും. ഒരു ഉദാഹരണത്തിന് പറയുന്നതാണ്. ഇപ്പൊ ഫസ്റ്റ് കണ്ടില്ലേ, iPhone 16 Pro Max, 16 Pro ക്യാമറ ലെൻസ് ഫ്രെയിം ഗ്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പൊ ഇതെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട്. ഇതാണ് ടൈറ്റിൽ, SEO ടൈറ്റിൽ ആണ് ഇത് വരുന്നത്. താഴെയാണ് മെറ്റ ഡിസ്ക്രിപ്ഷൻ വരുന്നത്. ഇത് ഈച്ച് ആൻഡ് എവറി പ്രൊഡക്റ്റിനും ഇത് ചെയ്യണം. ഇത് സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉള്ളവർക്കുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. ഓരോ വെബ്സൈറ്റിനും ഓരോ പ്രൊഡക്റ്റിനും അതിൻ്റെതായ രൂപത്തിൽ SEO, അതുപോലെ പ്രൊഡക്റ്റ് ടൈറ്റില്, പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ എല്ലാം നല്ല രൂപത്തിൽ ചെയ്യണം. ഇനിയിപ്പോ ആമസോണിന്റെ കേസിലാണെങ്കിൽ മാർക്കറ്റ് പ്ലേസിലാണെന്നുണ്ടെങ്കിലും SEO നല്ല റിച്ച് ആയിട്ടുള്ള SEO കണ്ടന്റ് തന്നെ വേണം. അത് ടൈറ്റില്, ബുള്ളറ്റ് പോയിന്റ്, ഡിസ്ക്രിപ്ഷന് ഇതിലെല്ലാം SEO ഫ്രണ്ട്ലി ആയിരിക്കണം. അപ്പൊ കസ്റ്റമർ സെർച്ച് ചെയ്യുന്നത് എന്താണ് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. ഇപ്പൊ ഉദാഹരണത്തിന് 20,000 mAh പവർ ബാങ്ക് ആണ് ഇവിടെ ലിസ്റ്റിംഗ് വന്നിട്ടുള്ളത്. അപ്പം 20,000 mAh പവർ ബാങ്ക് എന്ന് കസ്റ്റമർ സെർച്ച് ചെയ്യുമ്പോൾ അത് ആദ്യം വരണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈറ്റിലില് എന്ത് ചെയ്യണം, ആ ഒരു പേര്, കറക്റ്റ് പേര് അതിനകത്ത് വരണം. ഇത് എന്താണ് കസ്റ്റമർ സെർച്ച് ചെയ്യുന്നതെന്നും എന്തൊക്കെയാണ് കീവേഡ് ആഡ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള ഒരു ടൂളുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആകുമ്പോൾ എന്ത് ചെയ്യാം, ആ ടൂളുകൾ ഉപയോഗിച്ചിട്ട് കുറച്ചുകൂടി SEO ഒപ്റ്റിമൈസ് ചെയ്തിട്ട് നല്ലൊരു ലിസ്റ്റിംഗ് ഒപ്റ്റിമൈസ് ചെയ്യാനും നിങ്ങൾക്ക് കഴിയും. സ്റ്റെപ്പ് 6, മാർക്കറ്റ് യുവർ സ്റ്റോർ. സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉള്ളവരാണെങ്കിലും അതല്ല ആമസോൺ നോണ്ട് പോലെയുള്ള മാർക്കറ്റ് പ്ലേസ് ഉപയോഗിച്ചിട്ട് സെല്ല് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും മാർക്കറ്റിംഗ് വളരെ പ്രധാന ഘടകമാണ്. അതിന് വേണ്ടത് എന്താ വെച്ചാല് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അഡ്വർടൈസ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ വരുന്നത് ക്രിയേറ്റ് റീൽസ്, പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ റീൽസ് റീൽസ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ ഇൻഫ്ലുവൻസ് കൊളാബറേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യാം. അതുപോലെ കസ്റ്റമേഴ്സിന്റെ റിവ്യൂ കളക്ട് ചെയ്യാം. ഇതൊക്കെയാണ് ഒന്നാമത്തെ ഘട്ടത്തിൽ വരുന്നത്. രണ്ടാമത്തെ വരുന്നത് ഗൂഗിൾ അഡ്വർടൈസ്മെന്റ് ആണ്. ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്നത്
ഗൂഗിളിൽ സെർച്ച് ആഡ് വരുന്നുണ്ട്, ഡിസ്പ്ലേ ആഡ് വരുന്നുണ്ട്, അതുപോലെ യൂട്യൂബിലുള്ള അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത് വേറൊരു പാർട്ട് തന്നെയാണ് ഗൂഗിൾ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇത് സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉള്ളതാണെങ്കിൽ ആമസോണിലും നൂണിലും ഇതുപോലെയുള്ള സെക്ഷൻ ഉണ്ട്. അതിൽ തന്നെ ഇപ്പം പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ, ഇപ്പൊ നേരത്തെ പ്രൊഡക്റ്റ് സെർച്ച് ചെയ്തു 20,000 mAh പവർ ബാങ്ക് എന്നുള്ളത്. അപ്പൊ ഇതൊരു കീവേഡ് ആണ്. ഓക്കെ, അപ്പം ആ ഒരു കീവേഡിൽ ഒപ്റ്റിമൈസ് ചെയ്ത ആളുകളുടെ ഫസ്റ്റ് വരുന്നുണ്ടാവുക. പിന്നെ വരുന്നത് ഏറ്റവും കൂടുതൽ പേയ്മെന്റ് അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത് ആരാണോ അവരുടെ ഫസ്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഉദാഹരണത്തിന് അതില് സ്പോൺസേഡ് ആഡ്സ് ഒക്കെ കാണാൻ പറ്റും. സെർച്ച് ചെയ്യുമ്പോൾ ആമസോണിലൊക്കെ പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ സ്പോൺസേഡ് ആഡ് കാണാൻ പറ്റും. ഇത് ആമസോണിൽ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് നൂണിലും ഇതുണ്ട്, ഇതുപോലെ അഡ്വർടൈസ്മെന്റ് ഉണ്ട്. ഏത് മാർക്കറ്റ് പ്ലേസ് ആണെങ്കിലും അതിൽ ആ ഒരു കീവേഡിൽ റാങ്കിങ് എത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ലൊരു സെയിൽ കിട്ടാൻ വേണ്ടിയിട്ട് അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. സ്റ്റെപ്പ് 7, മാനേജ് ഓർഡേഴ്സ് ആൻഡ് ഡെലിവറി. ഓർഡേഴ്സ് വരുന്ന സമയത്ത് അത് ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ കയ്യിൽ വേണം. അതിന് ഒരുപാട് ടൂൾ ഉണ്ട്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഗൂഗിൾ ഷീറ്റെങ്കിലും അതിന്റെ ഒരു ഡാറ്റ നമ്മൾ കയ്യിൽ റെക്കോർഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. രണ്ടാമത്തത്, ആമസോണിൽ തന്നെ ഈ ഒരു ഓർഡർ വരുന്നു കഴിഞ്ഞാൽ ആമസോണിൽ തന്നെ ഷെൽഫായിട്ട് ഷിപ്പിങ്ങുള്ള സംവിധാനം ഉണ്ട്. ഓർഡർ വരുന്ന സമയത്ത് ആമസോണിൽ ഡയറക്റ്റ് എന്ത് ചെയ്യും, ഓഫീസിലോട്ട് വരും, അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടുന്ന് വരും. ആമസോൺ തന്നെ അത് ഷിപ്പിംഗ് ചെയ്യും. ആമസോൺ നല്ല നോൺ ആണെങ്കിൽ ബാക്കി എല്ലാ പ്ലാറ്റ്ഫോം ആണെങ്കിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. അതല്ല, അതിൽ സ്വന്തമായിട്ട് തന്നെ ഒരു ഡെലിവറി സർവീസിനായിട്ട് കൊളാബ് ചെയ്തിട്ട് നിങ്ങൾക്കും എന്ത് ചെയ്യാം, അത് ഡെലിവറി ചെയ്യാനുള്ള സിസ്റ്റം ആമസോണിലും ബാക്കി എല്ലാ സംവിധാനത്തിലും ഉണ്ട്. അപ്പൊ സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഒക്കെ ഉള്ളതാണെങ്കിലാണ് ഈ ഒരു പുറത്തുള്ള റാമിക്സ് പോലെയുള്ള ഒരുപാട് ഡെലിവറി സർവീസുകൾ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. പിന്നെ അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി, സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഒക്കെ ഉള്ളതെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കാരണം ചില ആളുകൾക്ക് അത് ക്യാഷ് ഓൺ ഡെലിവറി ആയിരിക്കും, ചില ആളുകൾ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ പേയ്മെന്റ് സെക്ഷനും അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടാവും. പക്ഷെ ക്യാഷ് ഓൺ ഡെലിവറിക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അത് കൂടുതൽ ഓർഡേഴ്സ് കൂടാനും സാധ്യതയുണ്ട്. അതേപോലെ ഈ ഓർഡേഴ്സ് എല്ലാം എന്ത് ചെയ്യാണ്, ഓട്ടോമേഷൻ സിസ്റ്റത്തോട്ട് മാറ്റാനുള്ള സംവിധാനം ഉണ്ട്. സോഹോ, ഈസി ഷിപ്പ് പോലെയുള്ള ഓട്ടോമാറ്റിക് ഷിപ്മെന്റ് ചെയ്യാനുള്ള ഒരുപാട് സംവിധാനങ്ങളും അവൈലബിൾ ആണ്. അതൊക്കെ ഒരു ഓർഡേഴ്സിന്റെ ഒരു ലിമിറ്റ് എത്തുമ്പോൾ എന്ത് ചെയ്യാം, അതൊക്കെ ആ ഒരു ടൂളും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് കുറച്ച് അഡ്വാൻസ് ലെവലിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. എട്ടാമതായി വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, ട്രാക്ക് ആൻഡ് സ്കെയിൽ യുവർ ബിസിനസ്. ബിസിനസ് റിപ്പോർട്ടുകൾ ചെക്ക് ചെയ്യണം. അതുപോലെ ഗൂഗിൾ അനലൈറ്റിക്സ് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിൽ അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോൾ അതും ചെക്ക് ചെയ്യണം, ഓഡിയൻസിനെ മനസ്സിലാക്കണം. ആമസോണിലും നൂണിലും ഒക്കെ ബിസിനസ് റിപ്പോർട്ടുകൾ ഉണ്ട്. ഏത് ഓഡിയൻസ് ആണ് വരുന്നത് എന്നും, എന്താണ് അവർ ക്ലിക്ക് ചെയ്യുന്നതെന്നും, എന്ത് ക്ലിക്ക് ചെയ്തപ്പോഴാണ് പർച്ചേസിങ് അല്ലെങ്കിൽ ഓർഡർ ആയതെന്നും, ഇതെല്ലാം ഇത്തരം ടൂളുകൾക്ക് വെച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് ടൈറ്റില് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് നന്നായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യണം. ഇത് ചെക്ക് ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യണം, പ്രൊഡക്റ്റിലും അതിന്റെ കാര്യങ്ങളും എല്ലാം മാറ്റങ്ങൾ വരുത്തണം. അതുപോലെ സ്റ്റാർട്ടിങ്ങിലൊക്കെ പ്രോഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റീ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. സ്റ്റോക്കിലാണെന്നുണ്ടെങ്കിലും അഡ്വർടൈസ്മെന്റ് ആണെങ്കിലും റീ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകുന്നവരെ വെയിറ്റ് ചെയ്യുക. അതുപോലെ റീമാർക്കറ്റിംഗ്, ഇപ്പം ഫേസ്ബുക്കിലാണെങ്കിലൊക്കെ റീമാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉള്ളവർക്കാണ് റീമാർക്കറ്റിംഗ് ചെയ്യുക. വെബ്സൈറ്റ് ഒരു വൺ ടൈം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു, അപ്പം അവർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തില്ല, പക്ഷെ അതേ പ്രൊഡക്റ്റ് അവർക്ക് മറ്റൊരു ഓഫറിലോ അല്ലെങ്കിൽ റീമാർക്കറ്റിംഗ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. റീമാർക്കറ്റിംഗ് ചെയ്യാം. അതേപോലെ അബാൻഡന്റ് കാർട്ടിലൊക്കെ അടിച്ചു, അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, ഒരു ബണ്ടിൽ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിയും. അതുപോലെ ഇൻഫ്ലുവൻസ് കൊളാബറേഷൻ ഒക്കെ ചെയ്തിട്ട് നല്ലൊരു ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അതിൽ ചെയ്യാൻ കഴിയും. അതുപോലെ ഡീൽസുകൾ, പല പല ഡീൽ, ഇപ്പം സമ്മർ ഡീല് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ഡീലുകൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആക്ടിവേഷൻ ആക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനൊക്കെ നൂണിലാണെങ്കിലും ഒക്കെ ഉണ്ട് കേട്ടോ. നൂണില് ആമസോണിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇതിനൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള ഓരോ സീസണിലും സ്പെഷ്യൽ ആയിട്ട് ഡീലുകൾസ് വരുന്നുണ്ട്. അതുപോലെ സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉള്ളതാണെങ്കിലും മൺഡേ ഡീല് അല്ലെങ്കിൽ ബ്ലാക്ക് ഫ്രൈഡേ അങ്ങനെയൊക്കെ വേണമെങ്കിലും നമുക്ക് കൊടുത്തിട്ട് കസ്റ്റമർക്ക് നല്ലൊരു ഓഫേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ട് മാക്സിമം കസ്റ്റമർക്ക് കയ്യിൽ നിന്ന് പർച്ചേസിങ് ചെയ്യാനുള്ള ഓഫേഴ്സ് കൊടുക്കുക. അപ്പൊ അതുവഴി നല്ല ഓർഡേഴ്സും ജനറേറ്റ് ചെയ്യാനും കഴിയും. എങ്ങനെയാണ് ഓൺലൈൻ ഇ കോമേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്നും എന്തെല്ലാം അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാര്യങ്ങളൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരുപാട് ഓരോ
ഓരോ കാറ്റഗറിയും ഓരോ മെറ്റീരിയലും ഡിഫറെന്റ് ആയിട്ടുള്ള നല്ല എക്സ്പ്ലനേഷനിലേക്ക് പോകേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഉദാഹരണത്തിന് മെറ്റാ ആഡ്സ് ആണെങ്കിലും ഗൂഗിൾ അഡ്വർടൈസ്മെന്റ് ആണെങ്കിലും അതുപോലെ ഇൻഫ്ലുവൻസ് കൊളാബറേഷൻ ആണെന്നുണ്ടെങ്കിലും ഷോപ്പിഫൈ സ്റ്റോർ ഡെവലപ്പിംഗ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ ഡ്രോപ്പ് ഷിപ്പിംഗ് ആണെങ്കിലും എല്ലാം വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഓരോ സബ്ജക്റ്റുകളാണ്. അപ്പൊ അതിന്റെ ബേസിക് ആയിട്ട് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് വരുന്നത് എക്സ്ട്രാ ബോണസ് ടിപ്പാണ്. ഇത് വരുന്നത് UAE ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കാറ്റഗറിയിലാണ് ഇപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഹോം ഇംപ്രൂവ്മെന്റ് ആൻഡ് ഡോക്കർ ആണ് നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒന്നാമത്തെ ഇതിൽ വരുന്നത്. രണ്ടാമത്തത് വരുന്നത് ഫാഷൻസ് ഐറ്റംസുകളാണ്. മൂന്നാമത്തത് പെറ്റ് പ്രൊഡക്ട്സുകളാണ്. നാലാമത് പേഴ്സണൽ കെയർ ആണ്. 5 കാർ ആക്സസറീസ് ആണ്. ഇത്രയാണ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള നിഷില് UAE മാർക്കറ്റിൽ വരുന്നത്. എല്ലാ പ്രൊഡക്റ്റും പ്രോഫിറ്റബിൾ ആണ്. അതിന്റെ സെല്ല് ചെയ്യുന്ന രീതിക്ക് അനുസരിച്ച് സെല്ല് ചെയ്യാം. ഇപ്പം ഒരേ പ്രൊഡക്റ്റിന് ഒരു 20 ദിർഹംസിന്റെ കാണാം, അതേ പ്രൊഡക്റ്റിന് 50 ദിർഹംസിന് കാണാം, അതേ പ്രൊഡക്റ്റിന് 20 ദിർഹംസിന് കാണാം. ഒരു പക്ഷെ 70 ദിർഹംസിന്റെ ആയിരിക്കും ഏറ്റവും കൂടുതൽ റിവ്യൂസും അല്ലെങ്കിൽ സെല്ലായിട്ടും ഉണ്ടാവാം. ഇത് ഒരു സ്ട്രാറ്റജിയാണ്. അത് എങ്ങനെയാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നതെന്നും എങ്ങനെയാണ് അതൊരു മാർക്കറ്റിംഗ് ചെയ്യുന്നതെന്നും അതിനനുസരിച്ചാണ് ബാക്കിയുള്ള ഡിമാൻഡ്സ് എല്ലാം വരുന്നത്. അപ്പം വളരെ വിശാലമായ രൂപത്തിലേക്ക് അത് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കണക്ട് ചെയ്യാം. എൻ്റെ പേര് ഷഫീഖാണ്. ഞാനൊരു ഡിജിറ്റൽ എന്റർപ്രണർ ആണ്, അതുപോലെ ഇ-കൊമേഴ്സ് കൺസൾട്ടന്റ് ആണ്. പുതിയതായിട്ട് ഇ-കൊമേഴ്സ് ചെയ്യുന്ന ആളുകൾക്ക് അതിനുള്ള എല്ലാ മെന്റർഷിപ്പും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളും മനസ്സിലായി വിചാരിക്കുന്നു. താങ്ക് യു.